നമസ്കാരം. ഞാനിവിടെ പ്രവചിക്കുന്നത് ആയില്യം നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാർക്ക് കുംഭമാസത്തിലുള്ള ജ്യോതിഷ ഫലങ്ങളാണ്. ഇവർക്ക് മെഡിക്കൽ പരമായ ഏത് തൊഴിലും ചെയ്യുന്നവർക്ക് വളരെ ഗുണകരമായിട്ടുള്ള സമയമാണ്. അതായത് മരുന്നുമായിട്ട് ബന്ധമുള്ള എന്ത് തൊഴിലിനും വളരെ ഗുണം കിട്ടുന്നൊരു സമയമാണ്. നേഴ്സുമാർ, ഡോക്ടർമാർ, ഫാർമസിസ്റ്റുകൾ, വൈദ്യം, മറ്റുള്ള ആയുർവേദ, ഹോമിയോ, അങ്ങനെ വൈദ്യം പഠിച്ചവർ, ഇവരെല്ലാവർക്കും വളരെ ഗുണം കിട്ടുന്നു. വളരെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ധാരാളം ധനം സമ്പാദിക്കാൻ സാധിക്കും. അതുപോലെ ഫാർമസിസ്റ്റുകൾ, മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവുകൾ എല്ലാവർക്കും വളരെ ഗുണമാണ്. മരുന്ന് നിർമ്മാണ കമ്പനികൾക്കും ഏറെ ഗുണം ചെയ്യുന്ന ഒരു സമയമാണ്. എഞ്ചിനീയറിംഗ് മേഖലയിലുള്ളവർക്കും വളരെയധികം ഗുണങ്ങൾ ലഭിക്കുന്നു. മരുന്ന് വ്യാപാരികൾക്കും പൊതുപ്രവർത്തകർക്കും എല്ലാവർക്കും ഗുണം കിട്ടുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ മാനിപ്പുലേറ്ററുകൾക്ക് വളരെ ഗുണം കിട്ടുന്ന സമയമാണ്. കൺസൾട്ടൻ്റായി ജോലി ചെയ്യുന്നവർക്കും വളരെയധികം ഗുണങ്ങൾ, സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. അലോപ്പതി ഡോക്ടർ, സർജൻ എന്നിവർക്കും അവർക്കും കൂടുതൽ ധനങ്ങൾ ഇപ്പം കിട്ടുന്നതിനുള്ളൊരു സാധ്യത കാണുന്നു. അഭിഭാഷകർക്ക് വളരെ പ്രയോജനമുള്ള ഒരു സമയമാണ്. ഗവൺമെൻറ് സർവീസ് ആഗ്രഹിക്കുന്നവർക്ക് ഗവൺമെൻറ് സർവീസിലും നീതിന്യായ വകുപ്പുകളിലും പരമോന്നത നീതിപീഠങ്ങളിലൊക്കെ ജോലി കിട്ടുന്നതിനുള്ള സാധ്യതയും കാണുന്നു. പിന്നെ യോഗ അധ്യാപകർക്കും ഒരു നല്ല അവസരം കൂടിയാണ്. അവർക്ക് സ്ഥാപനം വികസിപ്പിക്കുന്നതിനും നല്ല രീതിയിൽ അത് കൊണ്ടുപോകുന്നതിനും സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. വളർത്തു മൃഗങ്ങളെയും പക്ഷികളെയും വിൽപ്പന നടത്തുന്നവർക്കും അതും ഒരു ഗുണകരമായ സമയമാണ്. അവർക്ക് ധാരാളം കച്ചവടം നടക്കുന്നതിന് അതുമൂലം ധാരാളം ലാഭം ഉണ്ടാകുന്നതിനുള്ള സാധ്യത കാണുന്നു. അതികഠിനമായ പല മനോവേദനയും അനുഭവിക്കുന്നവർക്ക് അതിൽ നിന്നെല്ലാം മോചനം കിട്ടുന്നു. ഇഷ്ടപ്പെട്ട നല്ല ഭക്ഷണം, നല്ല താമസ സൗകര്യം, നല്ല സ്ഥലങ്ങൾ കാണുന്നതിനുള്ള ഭാഗ്യം ഇവർക്ക് ലഭിക്കുന്നു. അതുകൂടാതെ ഏത് വഴിയിലും ധാരാളം ധനം ലഭിക്കാം. അവർക്ക് ഒരു ഭാഗ്യം തന്നെയാണ്. അവർക്ക് ഈ കുംഭമാസം മുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് അവർക്കൊരു സാധ്യത കാണുന്നു. ഇനി ഞാൻ പറയാൻ പോകുന്നത് ആയില്യം നക്ഷത്രക്കാർക്കുള്ള മോശഫലങ്ങളാണ്. സർക്കാർ അധികാരികളിൽ നിന്നും ചില നോട്ടീസുകൾ ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നു. GST പോലോ ടാക്സ് സംവിധാനത്തിലുള്ള എന്തെങ്കിലും പിഴവ് മൂലം നിങ്ങൾ അടയ്ക്കാത്തത് മൂലമോ അല്ലാതെയോ അതിനുള്ള നോട്ടീസ് നിങ്ങൾക്ക് ലഭിക്കും. അത് നിങ്ങൾ വേണ്ടുന്ന രീതിയിൽ കൈകാര്യം ചെയ്യുക, അല്ലെങ്കിൽ അറസ്റ്റ് വരുന്നതിനുള്ള സാധ്യത കാണുന്നു. വിലപ്പെട്ട പലതും നഷ്ടപ്പെടാം. അശ്രദ്ധമായി ഒന്നും ഒരിടത്തും വെച്ച് മറക്കാതിരിക്കുക, അതെല്ലാം നഷ്ടപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. ഏത് കാര്യത്തിനും തടസ്സം വന്നേക്കാം. ആ തടസ്സം വരാതെ ഇരിക്കാൻ വിഘ്നവിനാശകനായ മഹാഗണപതി ഭഗവാനെ നിങ്ങൾ ശരണം പ്രാപിക്കുക. ഭഗവാനെ നാളികേരം ഉടച്ച് പ്രാർത്ഥിക്കുക. ശ്രദ്ധിച്ചില്ലെങ്കിൽ പാഴ് ചെലവുകൾ ധാരാളം വരാം. പിത്തം സംബന്ധിച്ച, അതായത് പിത്തരസത്തിലുള്ള കൂടുതൽ കുറവുകൾ മൂലവും പല അസുഖങ്ങളുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നേത്രരോഗം, രക്തത്തിന് അണുബാധ എന്നിവ വരേണ്ട സാധ്യത കാണുന്നു. ഭാര്യയും ഭർത്താവും തമ്മിൽ കലഹമുണ്ടാകുന്നതിനുള്ള സാധ്യത കാണുന്നു. കലഹം കൂടുതലായാൽ ആ ബന്ധം വേർപിരിയുന്നതിനുള്ള സാധ്യതയും അകന്ന് താമസിക്കുന്നതിനുള്ള സാധ്യതയും കാണുന്നു. ധനനാശം സൂക്ഷിച്ചാൽ ഉണ്ടാകാതിരിക്കാം. കാലുകളിലും കൈകളിലും വേദന വരാം. വാദസംബന്ധമായ അസുഖങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കുക. ബന്ധുക്കളോട് പിണക്കം വരാതെ സൂക്ഷിക്കുക. വസിക്കുന്ന വീട് വിട്ട് അകലെ താമസിക്കുന്നതിനുള്ള സാധ്യത കാണുന്നു. അല്ലെങ്കിൽ അന്യദേശത്ത് പലായനം ചെയ്യുന്നതിനുള്ള സാധ്യത കാണുന്നു. ശത്രുക്കൾ അടങ്ങി ഇരിക്കുക എന്ന് തോന്നുമെങ്കിലും, ശത്രുക്കളൊക്കെ ഇപ്പം നമ്മൾ ഉപദ്രവിക്കാതിരിക്കും, അവർ മതിയാക്കി എന്നൊക്കെ നമുക്ക് തോന്നുമെങ്കിലും അതല്ല. ശത്രുക്കൾ നിങ്ങളെ തർക്കാനുള്ള വഴികൾ അവർ അണ്ടർഗ്രൗണ്ടിൽ അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ശ്രദ്ധിക്കുക. പലവിധ അത്യാഗ്രഹങ്ങൾ മൂലം ജീവിതത്തിന് പല നഷ്ടങ്ങളുണ്ടാകുകയും, അതായത് വലിയൊരു വില നമ്മൾ കൊടുക്കേണ്ടി വരും ജീവിതത്തിന്. അങ്ങനെയുള്ള ചതിയിൽപ്പെടാനും ആകാശകോട്ടകൾ കെട്ടി അത് തകരാനുമുള്ള സാധ്യതയും ഈ ആയില്യം നക്ഷത്രക്കാർക്ക് കാണുന്നു. സൂക്ഷിക്കുക. രാഹു കേതു ക്ഷേത്രങ്ങളിൽ പോയി ദേവസർപ്പങ്ങൾക്ക്, അതായത് ഈ രാഹു കേതു സർപ്പങ്ങൾക്ക് പൂജ നടത്തുക. രാഹു കേതു കാലചക്ര, ഇത് കൂടുതൽ പ്രശ്നങ്ങളാണ് നിങ്ങൾക്ക് ജീവിതത്തിലുള്ളതെങ്കിൽ നിങ്ങൾ ഒരു ജ്യോതിഷനെ കണ്ട് രാഹു കേതു കാലചക്ര പരിശോധന നടത്തുക. പ്രശ്നം വയ്ക്കുക. ആ രാഹു കേതുവിന് പ്രശ്നം വച്ചിട്ട് എന്താണെന്നുള്ളത് മനസ്സിലാക്കി അതിനുള്ള പൂജകൾ നിങ്ങൾ ചെയ്യേണ്ടതാണ്. ഞാനിവിടെ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. 100% കൃത്യതയോടെയുള്ള ഫലങ്ങൾക്ക് ജാതക പരിശോധന ആവശ്യമാണ്. ഈ കുംഭമാസത്തിൽ നിങ്ങൾക്ക് ഭഗവാൻ സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി, ദീർഘായുസ്, ആരോഗ്യ സൗഭാഗ്യങ്ങളും നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കുള്ള ജ്യോതിഷപരമായതോ പൂജാപരമായതോ വാസ്തുപരമായതോ രത്നം ധരിക്കുന്നതിനോ രുദ്രാക്ഷം ധരിക്കുന്നതിനുള്ള സംശയങ്ങൾ മാറുന്നതിന് എന്നെ ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടുക. തീർച്ചയായിട്ടും ഞാൻ അതിനുള്ള ഉത്തരം എനിക്ക് അറിയാവുന്ന രീതിയിൽ നിങ്ങൾക്ക് നൽകുന്നതാണ്. നന്ദി, നമസ്കാരം.